ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ എണീറ്റ് കുഞ്ഞിയെ കുറച്ച് നേരം എടുത്തൊന്ന് കളിപ്പിച്ചതിന് ശേഷം അച്ഛനും അമ്മയും ഞാനും കൂടെ റെഡി ആവുകയാണ്. നമുക്കിന്ന് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടൊന്ന് പോകണം കേട്ടോ. നമുക്കല്ല, അച്ഛനും അമ്മയ്ക്കാണ് മെയിൻലി ചെയ്യിക്കുന്നത്. ഇത് ഞാൻ അച്ഛന് കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചു കൊടുത്ത ഷർട്ടും പാൻറ്റും ആണ് കേട്ടോ. അച്ഛനൊരു സർപ്രൈസ് പോലെ വാങ്ങിക്കൊടുത്ത അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റെഡി ആവുകയാണ്. ആ ടൈം കൊണ്ട് അച്ഛൻ അമ്മയെ ആക്കിയിട്ട് വരും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, മസ്കാര ഇട്ടു, ഐബ്രോസ് എഴുതി. ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോകാനായിട്ടുള്ള പ്ലാനാണേ. അമ്മയെ കൊണ്ടാക്കിയിട്ട് അച്ഛൻ തിരിച്ചിവിടെ വന്നിട്ട് കുഞ്ഞിക്ക് പാലൊക്കെ കൊടുത്ത് കുഞ്ഞിയെ ഒന്ന് ഉറക്കി കിടത്താനായിട്ടുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ പോകുന്നത് DDRCയിലാണ് കേട്ടോ. അച്ഛൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം ഇതുവരെ നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനി സാഹചര്യം ഉണ്ടായാൽ തന്നെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇനി പൈസ ഉണ്ടായാലോ അതിന് പറ്റിയൊരു സാഹചര്യം ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ പൈസ കുറച്ച് സ്റ്റേബിൾ ആയ സമയത്ത് കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു. അപ്പോഴേ എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, അച്ഛനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. എന്താണെന്നറിയില്ല, അത് കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെ അച്ഛൻ്റെ കൈ മുറിഞ്ഞ് ഞാൻ കരയും. എന്താ അറിയില്ല, ഭയങ്കര സങ്കടം എനിക്ക്. പക്ഷേ ഒരേ സമയം എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. കാരണം ഇവരുടെ കിഡ്നി, അതേപോലെ തൈറോയിഡ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാം നമ്മൾ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ഞാനും അമ്മ ഇപ്പം കൈ പിടിച്ചൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കീരിയും പാമ്പിൻ്റെ സ്വഭാവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫുൾ ടൈം ഒരു ദിവസത്തിൽ ഒരു തവണ പോലും ഞങ്ങൾ അടിയിടാണ്ടിരിക്കില്ല. അടിയിടാത്ത ദിവസങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതായിരിക്കും ഞങ്ങളുടെ ഒരു എന്താ പറയുക, ടോം ആൻഡ് ജെറി ബോണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു വിഷ് ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് ഇവർക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം എന്നുള്ളത്. അത് അത്യാവശ്യം പൈസ ആവുന്നൊരു സംഭവമാണല്ലോ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ കൊല്ലം തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കൂട്ടി വെച്ചിട്ട് ഫൈനലി അതൊന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ഇവർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും ചെയ്യും കേട്ടോ. ഞാൻ ഒരേ സമയം 1, 2, 3 ജോലിയൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന സമയത്ത് ഞാൻ എനിക്ക് തന്നെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മോട്ടിവേഷൻ. ഞാൻ എന്നെ തീരെ മറക്കാറില്ല. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു ഇത്ര % സേവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പൈസ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി കുറച്ച് പൈസയ്ക്കകത്തുനിന്ന് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ മാത്രമല്ല, എൻ്റെ പേരൻസിനും അതേപോലെ എൻ്റെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട്. നമ്പർ 1 കാര്യം, ഇവർ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ വെറും വയറ്റിലാണ് പോയത്. കാരണം ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യണമായിരുന്നല്ലോ ഫാസ്റ്റിങ്ങിലുള്ളത്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകാം. കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യം. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന ചേർത്തല പത്മ കഫേയിലാണ്. അവിടെ നമുക്ക് ഈ ഫുഡ് വിളമ്പിത്തരാൻ നിൽക്കുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ കാരണമാണ് പ്രധാനമായിട്ടും നമ്മൾ അവിടെ പോകുന്നത്. കാരണം ഭയങ്കര കമ്പനിയാണ്, നല്ലൊരു ചേച്ചിയാണ്. പിന്നെ ദോശ എന്നൊരു ഫുഡ് എങ്ങനെ തന്നു കഴിഞ്ഞാലും ഞാൻ 3 നേരമല്ല 5 നേരം തന്നാലും ഞാൻ കഴിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ദോശ. അതും വിത്ത് വടയാകുമ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ അച്ഛനെ പറഞ്ഞ് അങ്ങ് വീട്ടിലോട്ട് വിടുകയാണ്. കാരണം അച്ഛന് പിള്ളേരുണ്ട്, ട്യൂഷൻ എടുക്കണം. അപ്പം ഞാനും അമ്മയും കൂടെ ജസ്റ്റ് 2 പാൻറ്റ് മേടിക്കാനായിട്ട് ഒന്ന് ചേർത്തല ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് രാവിലെ എടുത്തുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് ചെറുതായിട്ട് തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ലൈം കുടിക്കാനായിട്ട് കയറിയതാട്ടോ ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ കൈ നോക്കുമായിരുന്നു. എനിക്ക് എന്താ അറിയത്തില്ല, എനിക്ക് വിസ്ഡം ടൂത്തിൻ്റെ സർജറി ചെയ്തപ്പോൾ പോലും തല കറങ്ങാത്ത ഞാൻ ബ്ലഡ് എടുക്കുമ്പോൾ ഞാൻ തല ഇറങ്ങി വീഴും. എന്താണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടി. അതുകൊണ്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല. പിന്നെ അതിനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ഞാൻ ജയിച്ചു. എന്നിട്ട് ഞങ്ങൾ ലൈമൊക്കെ കുടിച്ച് വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. അമ്മയ്ക്ക് പാൻസ് എടുത്തതിൻ്റെ കൂട്ടത്തിൽ എനിക്കും ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് തയ്ക്കാനായിട്ട്. പിന്നെ വൈകുന്നേരം വന്ന് കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. നമുക്കിനി അത് ഡോക്ടറെ കാണിച്ചൊന്ന് ഫൈനലൈസ് ചെയ്യണം. പിന്നെ കുറച്ച് നേരം കുഞ്ഞി എടുത്ത് കളിപ്പിച്ചു. ഇവളെന്താ അറിയത്തില്ല കേട്ടോ, എൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ. എൻ്റെ മേത്ത് തീർക്കാൻ ഇവൾ അപ്പം കിടന്ന് ഉറങ്ങും. അങ്ങനെ ഇവൾ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സൊക്കെ എടുത്തു. എനിക്ക് 12 മണിയൊക്കെ മ്യൂസിക് ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ PGയുടെ കുറച്ച് നോട്ട്സ് പഠിക്കാനുണ്ടായിരുന്നു. അത് പഠിച്ചിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങാൻ ചെയ്തു. എൻ്റെ വീഡിയോയും കാര്യമൊന്നും എടുത്തില്ലായിരുന്നു, വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാൻ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.